ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്ന, അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. അവർക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. തൊട്ടുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വിടുമ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനാണെങ്കിലും പഴയ യൂട്യൂബേഴ്സിനാണെങ്കിലും ഉള്ള പിന്നെ ഒരുപാട് സംശയങ്ങളിൽ ഒരു സംശയമാണ്, പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. നമ്മൾ ഏത് സമയത്ത് നമ്മുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അത് വൈറലാവും, എന്താ പറയുക, നല്ല വ്യൂസ് കിട്ടും, നല്ല റീച്ച് കിട്ടുന്നത് ഏത് സമയത്താണ്? അതിപ്പോൾ രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകിട്ടാണോ, രാത്രിയിലാണോ, അതോ ഇന്ന സമയമൊന്നുണ്ടോ, ഇപ്പോൾ ഇത്ര ക്ലോക്കൊന്നുണ്ടോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. അപ്പം അതിനുള്ളൊരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കാര്യമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള കറക്റ്റ് സമയം ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിലെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ചാനലുകൾ ഉണ്ട്, പല ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ചാനലൊക്കെ പല ഇപ്പം ബ്യൂട്ടി വ്ളോഗ് ആയാലും, ബ്യൂട്ടി ടിപ്സ് ആയാലും, ടെക്ക് ചാനലായാലും, ഫാമിലി വ്ളോഗ് ആണെങ്കിലും എന്ത് തരം വീഡിയോസ് ആണെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിരിക്കും. ഒരു കാറ്റഗറിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, ഒരേ കാറ്റഗറിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എല്ലാ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നവർക്കും ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് വേറെ വേറെ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉള്ളത്. ഓരോ തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും പലർക്കും ഉള്ളത്. അപ്പോൾ ഈ ബ്യൂട്ടി ടിപ്സ് ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കും ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ചാനലുകാർക്കുള്ള സബ്സ്ക്രൈബേഴ്സ്. ടെക്ക് ചാനലുകാർക്കുള്ളത് ടെക്ക് പരമായിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവർക്കുള്ളത്. ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പം വീട്ടമ്മമാർ അങ്ങനെ ഉള്ളവരൊക്കെ ആയിരിക്കും കൂടുതലും ഫാമിലി വ്ളോഗേഴ്സിന് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ എപ്പോഴൊക്കെയാണ് ഫ്രീ ആവുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ്, ഇപ്പോൾ സ്ത്രീകളാണോ പുരുഷന്മാരാണോ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നതെന്ന് നമ്മൾ നോക്കുക. അതിപ്പം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അത് റീച്ച് ആവും, കുതിച്ചു പോവും, നമ്മുടെ വ്യൂസൊക്കെ കുതിച്ചു കയറും എന്നുള്ളൊരു സമയം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമുക്ക് ഇപ്പം പലരും ചെയ്യുന്ന ഒരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അവർ നോക്കും, ഗ്രാഫ് നോക്കും. ആ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കുള്ള ഒരു ഗ്രാഫ് അല്ല. നമ്മുടെ വീഡിയോസ് ഇടാൻ പറ്റുന്ന സമയമുള്ളൊരു ഗ്രാഫ് അല്ല അത്. ആ ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രാഫാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ആ ഒരു ഗ്രാഫ് കാണത്തില്ല. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്രാഫാണ് നമുക്ക് ആ കാണുന്നത്. അല്ലാതെ നമുക്ക് യൂട്യൂബ് തരുന്ന ഗ്രാഫല്ല. നമുക്ക് തുടങ്ങുമ്പോഴേ, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ നമുക്ക് തരുന്ന ഗ്രാഫ് അല്ല അത്. നമുക്ക് ഇന്ന സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഗ്രാഫ് അല്ല അത്. പലരും കാണിക്കുന്ന മണ്ടത്തരം അതിൽ നോക്കിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ ആ ഗ്രാഫ് നോക്കിയിട്ടല്ല കണ്ടുപിടിക്കേണ്ടത്. അത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊന്നും ആ ഒരു ഗ്രാഫ് കിട്ടത്തില്ല. അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേ ആ ഒരു ഗ്രാഫ് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൽ നോക്കിയിട്ടല്ല നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണോ ഫ്രീ ആവുന്നത്, അത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുക. സ്ത്രീകളാണോ കൂടുതൽ വീഡിയോസ് കാണുന്നത്, കുട്ടികളാണോ കൂടുതൽ വീഡിയോ കാണുന്നത്, പുരുഷന്മാരാണോ കൂടുതൽ വീഡിയോസ് കാണുന്നത്, അത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സ്, ആ വ്യൂവേഴ്സ് എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന്. ഫ്രീ ആവുന്ന ടൈമിലായിരിക്കുമല്ലോ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിപ്പോൾ നമ്മളായാലും അങ്ങനെയല്ലേ, ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടല്ലേ ഫോണിൽ നോക്കുന്നതും ഓരോ വീഡിയോസ് കാണുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുക, നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാണ്, ഇപ്പം സ്ത്രീകളാണെന്ന് വെക്കാം, വീട്ടമ്മമാർ ആയിരിക്കുമല്ലോ കൂടുതലും നമ്മുടെ വ്യൂവേഴ്സ്. അപ്പം അവരെപ്പോഴാണ് ഫ്രീ ആവുന്നത്? ചിലപ്പം രാവിലത്തെ കാര്യങ്ങൾ, അടുക്കളയിലെ കാര്യങ്ങൾ, തുണി നനയ്ക്കാനുണ്ടെങ്കിൽ തുണി നനയ്ക്കുക, വൃത്തിയാക്കാനുണ്ടെങ്കിൽ വൃത്തിയാക്കുക, തൂത്തുവാരാനുണ്ടെങ്കിൽ തൂത്തുവാരുക, അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തേനുള്ള ഫുഡും റെഡിയാക്കി കഴിയുമ്പോഴല്ലേ അവർ ഫ്രീ ആവുന്നത്. ഉച്ചയ്ക്ക് കുറച്ച് സമയം അവർ ഫ്രീ ആവുന്ന ടൈമായിരിക്കും, ഒരു 12 മണി തൊട്ട് അല്ലെങ്കിൽ ഒരു 1 മണി തൊട്ട്. ആ ടൈമൊക്കെ 2 മണി 3 മണി ആ ടൈമൊക്കെ അവർ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ടൈം നോക്കുക.
ഇപ്പം ഇൻ കേസ് പുരുഷന്മാരാണ് നമ്മളെ വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ അവർ പകൽ ജോലിക്ക് പോകുമായിരിക്കും. രാവിലെ തൊട്ടൊരു രാത്രി വരെ വൈകിട്ട് ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 6 മണി വരെ അവർ ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ എപ്പോഴാണ് എത്തുന്നതെന്ന് വെച്ചാൽ 6:30 7 മണി അവർ വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിരുന്ന് സമാധാനത്തോടെ ഫോൺ നോക്കുന്ന ടൈമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ നോക്കുക ഒരു 7 മണി 6 മണി 7 മണി 8 മണി ആ ഒരു ടൈമിൽ അവർ ഫ്രീ ആയിരിക്കും. ആ സമയത്ത് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 7 മണി തൊട്ട് ഉള്ള ടൈമിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന ടൈം അവർ ഫ്രീ ആയിരിക്കത്തില്ല. അപ്പം സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ടൈം ഒരു 4 മണി തൊട്ട് 5 മണി 6 മണി ആ ഒരു ടൈമിൽ അവർ ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കണം നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴാണ് ഫ്രീ ആവുന്നത്, നമുക്ക് എപ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് നമ്മൾ അത് വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും. അല്ലാതെ നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്ന പോലത്തെ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നോക്കരുത്. അത് നമ്മുടെ വീഡിയോസ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത് അത് കാണുന്ന ആ ഒരു വ്യൂവേഴ്സ് കാണുന്ന ആ ഒരു ഗ്രാഫാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് ഇന്ന സമയമൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ആദ്യം നോക്കുക, മനസ്സിലാക്കുക. അവർ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് വേണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ മാത്രമേ അവർ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത് കേട്ടോ. ബൈ.